ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നത്. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂളിൻ്റെ പേര് വീക്കോ ആൻഡ് ന്യൂ സയൻസ്, പോസിറ്റീവിസം, ഓഗസ്റ്റ് കോംറ്റെ ആൻഡ് റാങ്കെ. വീക്കോയും ന്യൂ സയൻസും പോസിറ്റീവിസം, ആഗസ്റ്റ് കോംറ്റെയും റാങ്കെയും ഇവരെക്കുറിച്ചാണ് പറയാനുള്ളത്. ജിയാൻ ബാപ്റ്റിസ്റ്റ വീക്കോ 1668 ജനിച്ചു. 1744 AD വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ജിയാൻ ബാപ്റ്റിസ്റ്റ വീക്കോ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻസ് ഹെയിൽസ് ഫോർ ഇറ്റലി. ഇറ്റലിയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ആധുനിക ചരിത്രകാരന്മാരിൽ ഒരാളാണ് ആര്? നമ്മുടെ ജിയാൻ ബാപ്റ്റിസ്റ്റ വീക്കോ. ഹിസ് ബുക്ക് ഈസ് നോൺ ആസ് ദ ന്യൂ സയൻസ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് ദ ന്യൂ സയൻസ് എന്നുള്ളത്. ഹി ഇൻ്റർപ്രറ്റ്സ് ഹിസ്റ്ററി ആസ് എ ന്യൂ സയൻസ്. അദ്ദേഹം എന്ത് ചെയ്തു? ചരിത്രത്തെ ഒരു പുതിയ ശാസ്ത്രമായിട്ട് വ്യാഖ്യാനിച്ചു. വെൻ നാച്ചുറൽ സയൻസ് ഇൻ്റലിജസ് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് മാൻ, സോഷ്യൽ സയൻസ് ഡെപ്പിക്സ് ദ ഇൻറ്റേർണൽ അഫയേഴ്സ്. ഒരു പുതിയ ശാസ്ത്രമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിശാസ്ത്രം മനുഷ്യൻ്റെ ബാഹ്യകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സാമൂഹിക ശാസ്ത്രം ആന്തരിക കാര്യങ്ങളെ ചിത്രീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് വെൻ നാച്ചുറൽ സയൻസസ് ഇൻ്റലിജസ് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് മാൻ, ഒരു മനുഷ്യൻ്റെ ബാഹ്യകാര്യങ്ങളെക്കുറിച്ച് നാച്ചുറൽ സയൻസ് ഇടപെടുന്ന സമയത്ത് സോഷ്യൽ സയൻസ് ഡെപ്പിക്സ് ദ ഇൻറ്റേർണൽ അഫയേഴ്സ്, ആന്തരിക കാര്യങ്ങളെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രം ഇടപെടുന്നു. എ ഹിസ്റ്റോറിയൻ യൂസസ് എ ടൂൾ മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് നാച്ചുറൽ സയൻറ്റിസ്റ്റ്. ഒരു ചരിത്രകാരൻ പ്രകൃതി ശാസ്ത്രജ്ഞൻ്റെതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. എ ഹിസ്റ്റോറിയൻ യൂസസ് എ ടൂൾ മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് നാച്ചുറൽ സയൻറ്റിസ്റ്റ്. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ടൂളാണ് ആരുപയോഗിക്കുക? ഒരു ഹിസ്റ്റോറിയൻ ഉപയോഗിക്കുക. ഹി ഓൾസോ സപ്പോർട്ട്സ് ദ സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ ചക്രിക സിദ്ധാന്തത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു. ഹി ഡിവൈഡ്സ് ദിസ് പ്രോസസ് ഇൻറ്റു സർട്ടൻ ഫേസസ്, നെയിംലി ബെസ്റ്റിയൽ സ്റ്റേജ്, ഏജ് ഓഫ് ഗോഡ്സ് ആൻഡ് ഏജ് ഓഫ് ഹീറോസ്. അതായത് ഹി ഡിവൈഡ്സ് ദിസ് പ്രോസസ്, ഈ സൈക്ലിക്കൽ പ്രോസസ്സിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ? ഇൻറ്റു സർട്ടൻ ഫേസസ്, വിവിധ ഘട്ടങ്ങളായിട്ട്. ബെസ്റ്റിയൽ സ്റ്റേജ്, ഏജ് ഓഫ് ഗോഡ്സ് ആൻഡ് ഏജ് ഓഫ് ഹീറോസ്, ഇങ്ങനെ മൂന്നായിട്ട് അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബെസ്റ്റിയൽ സ്റ്റേജ്, ഏജ് ഓഫ് ഗോഡ്സ് ആൻഡ് ഏജ് ഓഫ് ഹീറോസ്. The fourth phase in the age of man, which denotes the struggle between the patricians and plebeians. അതായത് പാട്രീഷ്യൻസും പ്ലേബിയൻസും തമ്മിലുള്ള പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് നാലാമത്തെ ഫേസ് ആയിട്ടുള്ള മനുഷ്യരുൾപ്പെടുന്ന ഘട്ടം. ദ ബിഗിനിങ് ഓഫ് ഡെമോക്രാറ്റിക് ഏജ് ഈസ് വിത്ത് ദ വിക്ടറി ഓഫ് പ്ലേബിയൻസ് ഓവർ ദ പാട്രീഷ്യൻസ്. പാട്രീഷ്യൻസിൻ്റെ മുകളിൽ പ്ലേബിയൻസ് നേടിയ വിജയമാണ് ഇത് ഡെമോക്രാറ്റിക് ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ദ സിലിണ്ടറിക്കൽ പ്രോസസ് എൻഡ്സ് വിത്ത് എ ഡീകേ ഓഫ് എക്സിസ്റ്റിംഗ് സൊസൈറ്റി. ഈ ഒരു ചാക്രിക പ്രക്രിയ അവസാനിക്കുന്നത് നിലവിലുള്ള സമൂഹത്തിൻ്റെ പതനത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അപജയത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ജിയാൻ ബാപ്റ്റിസ്റ്റ വീക്കോ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ. ഒരു മോഡേൺ ആധുനിക ചരിത്രകാരനാണ്. ഹെയിൽസ് ഫ്രം ഇറ്റലി. ഇറ്റലിയിലുള്ള ആധുനിക ചരിത്രകാരനിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ജിയാൻ ബാപ്റ്റിസ്റ്റ വീക്കോ. ഹിസ് ബുക്ക് വാസ് നോൺ ആസ് ദ ന്യൂ സയൻസ്. ഹി ഇൻ്റർപ്രറ്റ്സ് ഹിസ്റ്ററി ആസ് എ ന്യൂ സയൻസ്. അദ്ദേഹം ചരിത്രത്തെ ഒരു പുതിയ സയൻസ് ആയിട്ട് വ്യാഖ്യാനിക്കുന്നു. വെൻ നാച്ചുറൽ സയൻസ് ഇൻ്റലിജസ് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് മാൻ, ഒരു മനുഷ്യൻ്റെ ബാഹ്യകാര്യങ്ങളാണ് നാച്ചുറൽ സയൻസിൽ പ്രതിപാദിക്കുന്നതെങ്കിൽ സോഷ്യൽ സയൻസ് ഡെപ്പിക്സ് ദ ഇൻറ്റേർണൽ അഫയേഴ്സ്, എന്നാൽ സോഷ്യൽ സയൻസ് ഇൻറ്റേർണൽ അഫയേഴ്സിനെയാണ് പ്രതിപാദിക്കുന്നത്. എ ഹിസ്റ്റോറിയൻ യൂസസ് എ ടൂൾ മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് നാച്ചുറൽ സയൻറ്റിസ്റ്റ്. ഒരു നാച്ചുറൽ സയൻറ്റിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂളായിരിക്കും ഒരു ഹിസ്റ്റോറിയന് യൂസ് ചെയ്യുക. ഹി ഓൾസോ സപ്പോർട്ട്സ് ദ സിലിണ്ടറിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി. ചാക്രിക സിദ്ധാന്തത്തെ, ചരിത്രത്തിൻ്റെ ചാക്രിക സിദ്ധാന്തത്തെ അദ്ദേഹം അനുകൂലിക്കുന്നു. ഹി ഡിവൈഡ്സ് ദിസ് പ്രോസസ് ഇൻ ടു സർട്ടൻ ഫേസസ്, നെയിംലി ബെസ്റ്റിയൽ സ്റ്റേജ്, ഏജ് ഓഫ് ഗോഡ്സ്, ഏജ് ഓഫ് ഹീറോസ്. അദ്ദേഹം ഈ ഒരു ഫേസസിനെ മൂന്നായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബെസ്റ്റിയൽ സ്റ്റേജ്, ഏജ് ഓഫ് ഗോഡ്സ് ആൻഡ് ഏജ് ഓഫ് ഹീറോസ്. ദ ഫോർത്ത് ഫേസ് ഈസ് ദ ഏജ് ഓഫ് man, which denotes the struggle between patricians and plebeians. പാട്രിയൻസും പ്ലേബിയൻസും തമ്മിലുള്ള
പാട്രീഷ്യൻസും പ്ലീബിയൻസും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ സമരങ്ങളുടെ ഘട്ടമാണ്. ദ ബിഗിനിങ് ഓഫ് ഡെമോക്രാറ്റിക് ഏജ് ഇസ് വിത്ത് ദ വിക്ടറി ഓഫ് പ്ലീബിയൻസ് ഓവർ പാട്രീഷ്യൻസ്. പാട്രീഷ്യൻസിൻ്റെ മുകളിൽ പ്ലീബിയൻസ് നേടിയിട്ടുള്ള വിജയത്തിലൂടെയാണ് ഡെമോക്രാറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സിലിണ്ടറിക്കൽ പ്രോസസ് എൻഡ്സ് വിത്ത് ദ ഡീകേ ഓഫ് എക്സിസ്റ്റിംഗ് സൊസൈറ്റി. നിലവിലുള്ള സൊസൈറ്റി അവസാനിക്കുന്നതോടുകൂടി സിലിണ്ടറിക്കൽ പ്രോസസ്സ് ആരംഭിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഓഗസ്റ്റ് കോംറ്റെ 1795 to 1857 AD. Comte was a French philosopher, stood against the church domination in every affair. എല്ലാ കാര്യങ്ങളിലും സഭാ ആധിപത്യത്തിനെതിരെ നിലകൊണ്ട ഒരു ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു ഓഗസ്റ്റ് കോംറ്റെ. ബേസിക്കലി ഹി വാസ് ഹ്യൂമനിസ്റ്റ്. അദ്ദേഹം ഒരു മാനവികതാവാദിയായിരുന്നു. ഹി പ്രൊപ്പഗേറ്റഡ് ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റിവിറ്റി ത്രൂ ടു ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, നെയിംലി ദ കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി, ദ സിസ്റ്റം ഓഫ് പോസിറ്റീവ് പോളിസി. അദ്ദേഹം ദി കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി, ദി സിസ്റ്റം ഓഫ് പോസിറ്റീവ് പോളിസി എന്നീ 2 പ്രധാന കൃതികളിലൂടെ അദ്ദേഹം ചരിത്രപരമായ വസ്തുനിഷ്ഠത, അതായത് ചരിത്രത്തിൻ്റെ വസ്തുനിഷ്ഠതയെ അദ്ദേഹം എടുത്തു കാണിച്ചു. ഹീ കോൾ ഹിസ്റ്ററി എ സോഷ്യൽ ഫിസിക്സ്. ചരിത്രത്തെ ഒരു സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്നുള്ള രീതിയിൽ അദ്ദേഹം കണ്ടു. ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ ഹിസ്റ്ററി ദാറ്റ് വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സൊസൈറ്റി. അദ്ദേഹം എന്ത് ചെയ്തു? ചരിത്രത്തെ സാമൂഹിക ഭൗതികശാസ്ത്രം എന്ന് കണ്ടു. ചരിത്രത്തിലൂടെ മാത്രമേ സമൂഹത്തിലെ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹി ഫ്രീഡ് ഹിസ്റ്ററി ഫ്രം ദ ഡോമിനേഷൻ ഓഫ് തിയോളജി ആൻഡ് മെറ്റാഫിസിക്സ്. അതായത് തിയോളജിയിൽ നിന്നും, അതായത് ദൈവശാസ്ത്രത്തിൽ നിന്നും മെറ്റാഫിസിക്സിൽ നിന്നും അദ്ദേഹം ഹിസ്റ്ററിയെ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമാക്കി എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് റാങ്കെ ആണ്. 1795 മുതൽ 1885 AD വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലം. ലിയോപോൾഡ് വോൺ റാങ്കെ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ. ആദ്യത്തെ മോഡേൺ ഹിസ്റ്റോറിയൻ എന്നറിയപ്പെടുന്നത് ലിയോപോൾഡ് വോൺ റാങ്കെ ആണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം, both internal and external, in historiography, and that paved the way for a new era in historiography based on criticism of sources. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു ആദ്യത്തെ മോഡേൺ ഹിസ്റ്റോറിയനാണ്. അതുപോലെ ചരിത്രരചനയിൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒരു നിരൂപണ രീതി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഉറവിടങ്ങളുടെ വിമർശനത്തെ അടിസ്ഥാനമാക്കി ചരിത്രരചനയിൽ പുതിയ ഒരു രൂപം കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. റാങ്കെ ബ്രോട്ട് എ പ്രൊഫഷണൽ ടച്ച് ഹിസ്റ്ററി. അതായത് ചരിത്രത്തിന് ഒരു പ്രൊഫഷണൽ ടച്ച് എന്ന് പറഞ്ഞാൽ അതിനൊരു ഔദ്യോഗികമായുള്ളൊരു മാനം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അതായത് വസ്തുനിഷ്ഠത എന്ന ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഹിസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് ഈസ് നോൺ ആസ് ഹിസ്റ്ററീസ് ഓഫ് റോമൻ ആൻഡ് ടെൻറ്റോണിക് പീപ്പിൾ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞത്, ഹിസ്റ്ററീസ് ഓഫ് റോമൻ ആൻഡ് ടെൻറ്റോണിക് പീപ്പിൾ. യൂറോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം കുറേ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. He says that the duty of every historian's duty എന്ന് പറഞ്ഞാൽ to approach the events and sources with an objective മൈൻഡ്. അതായത് സംഭവങ്ങളെയും ഉറവിടങ്ങളെയും ഒക്കെ വസ്തുനിഷ്ഠമായി സമീപിക്കുക എന്നുള്ളത് ഒരു ഹിസ്റ്റോറിയൻ്റെ ഡ്യൂട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദ ഫോളോയിങ് ആർ ഫേമസ് വർക്ക്സ് ഓഫ് റാങ്കെ. താഴെ പറയുന്നവയാണ്, അതായത് ഹിസ്റ്ററി ഓഫ് പോപ്സ്, ഹിസ്റ്ററി ഓഫ് റീഫോർമേഷൻ ഇൻ ജർമ്മനി, ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഹിസ്റ്ററി ഓഫ് പ്രഷ്യ. റാങ്കെ ടെൽസ് ദാറ്റ് God has his own part in history. Contribution of Ranke and his followers are known as the Berlin Revolution in history. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെയും സംഭാവനകളെ ചരിത്രത്തിലെ ബെർലിൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ റാങ്കെയെ കുറിച്ച് പറയുമ്പോൾ ലിയോപോൾഡ് വോൺ റാങ്കെ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ. ആദ്യത്തെ മോഡേൺ ഹിസ്റ്റോറിയനാണ്, ആധുനിക ചരിത്രകാരനാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം, എങ്ങനെ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി, ആൻഡ് ദാറ്റ് പേവ്ഡ് by the way for a new era in historiography based on the criticism of sources. അതായത് ഉറവിടങ്ങളുടെ വിമർശനങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം ചരിത്രരചന രൂപപ്പെടുത്തി. റാങ്കെ ബ്രോട്ട് എ പ്രൊഫഷണൽ ടച്ച് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവന്നു. ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഒബ്ജക്റ്റിവിറ്റി. ഹിസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് ഈസ് നോൺ ആസ് ഹിസ്റ്ററീസ് ഓഫ് റോമൻ ആൻഡ് ടെൻറ്റോണിക് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹിസ്റ്റോറിക് വർക്കാണ് ഹിസ്റ്ററീസ് ഓഫ് റോമൻ ആൻഡ് ടെൻറ്റോണിക് പീപ്പിൾ.
റാങ്കെ കണ്ടക്ടഡ് സീരിയസ് റിസർച്ചസ് ഇൻ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം കുറേ റിസർച്ചസുകൾ നടത്തി. ഹി സേസ് ദാറ്റ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഹിസ്റ്റോറിയൻ ഇസ് ടു അപ്രോച്ച് ദ ഇവൻറ്റ്സ് ആൻഡ് സോഴ്സസ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് മൈൻഡ്. അതായത് ഏതൊരു ഹിസ്റ്റോറിയൻ്റെയും ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സംഭവങ്ങളെയും ഉറവിടങ്ങളെയും ഒരു ഒബ്ജക്റ്റീവ് മൈൻഡിൽ കാണുക എന്നുള്ളതാണ്. ദ ഫോളോയിങ് ആർ ദ ഫേമസ് വർക്ക്സ് ഓഫ് റാങ്കെ. റാങ്കയുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഏതൊക്കെ? ഹിസ്റ്ററി ഓഫ് പോപ്സ്, ഹിസ്റ്ററി ഓഫ് റിഫോർമേഷൻ ഇൻ ജർമ്മനി, ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഹിസ്റ്ററി ഓഫ് റഷ്യ. ദെൻ റാങ്കെ ടെൽസ് ദാറ്റ് ഗോഡ് ഹാസ് ഹിസ് ഓൺ പാർട്ട് ഓഫ് ഡ്യൂട്ടി. അദ്ദേഹം ദൈവത്തിന് അതിൻ്റേതായ ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നു. ദ കോൺട്രിബ്യൂഷൻ ഓഫ് റാങ്കെ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ആർ നോൺ ആസ് ബെർലിൻ റവല്യൂഷൻ. റാങ്കയുടെയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെയും സംഭാവനകളെ ബെർലിൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാർക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. കാൾ മാർക്സ് വാസ് എ ജർമ്മൻ ഫിലോസഫർ, എക്കണോമിസ്റ്റ്, സോഷ്യൽ സയൻറ്റിസ്റ്റ്, സോഷ്യോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻ, ജേർണലിസ്റ്റ് ആൻഡ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ജർമ്മൻ തത്വചിന്തകൻ, സാമൂഹിക ശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ, പത്രപ്രവർത്തകൻ, വിപ്ലവ സോഷ്യലിസ്റ്റ്, ഇങ്ങനെ പല മേഖലകളിലെ പ്രമുഖനായിരുന്നു. മാർക്സ് വർക്ക് in economics laid the basis for much of the current understanding of labor and its relation to capital and subsequent economic thought. സാമ്പത്തിക ശാസ്ത്രത്തിൽ മാർക്സിൻ്റെ പ്രവർത്തനങ്ങൾ പലതിലും അടിയുറച്ചു. സാമ്പത്തിക ചിന്തകളെക്കുറിച്ച് നിലവിലുള്ള ധാരണകളെ അദ്ദേഹം തിരുത്തി എഴുതുന്നുണ്ട്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പല മേഖലകൾക്കും അടിത്തറയിട്ടത് അദ്ദേഹമായിരുന്നു. അധ്വാനത്തെക്കുറിച്ചും മൂലധനവുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ചിന്തകളെക്കുറിച്ചുമൊക്കെ നിലവിലുണ്ടായിരുന്ന ധാരണകളെ അദ്ദേഹം തിരുത്തി എഴുതി. ഹീസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ സയൻസസ്. സോഷ്യോളജിയുടെയും സോഷ്യൽ സയൻസിൻ്റെയും ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. ഹി പബ്ലിഷ്ഡ് ന്യൂമറസ് ബുക്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം, ദ മോസ്റ്റ് നോട്ടബിൾ ബീയിങ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 1848 അത് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ദാസ് ക്യാപിറ്റൽ 1867. ബോൺ ഇൻ ടു എ വെൽത്തി മിഡിൽ ക്ലാസ് ഫാമിലി ഇൻ ട്രയർ ഇൻ ദ പ്രഷ്യൻ റിൻലാൻഡ്, മാർക്സ് സ്റ്റഡി ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ, ദ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ. വെൻ ഹി became interested in the philosophical ideas of young Hegelians. അദ്ദേഹം ഒരു നല്ല സമ്പന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. പ്രഷ്യയിലെ ട്രയർ എന്ന സ്ഥലത്ത്, പ്രഷ്യൻ റിൻലാൻഡിലെ ട്രയർ എന്ന സ്ഥലത്ത്. മാർക്സ് സ്റ്റഡീഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ യൂണിവേഴ്സിറ്റിയിൽ ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ, he became interested in the philosophical ideas of young Hegelians. യങ് ഹെഗേലിയൻസിൻ്റെ, യുവാക്കളായിട്ടുള്ള ഹെഗേലിയൻസിൻ്റെ ഫിലോസഫിക്കൽ ഐഡിയാസിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? താല്പര്യം ജനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം ഒരു റാഡിക്കൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഭൗതികവാദ സങ്കല്പ സിദ്ധാന്തത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. ഹി മൂവ്ഡ് ടു പാരീസ് 1843. Either he began writing for other radical newspapers and met Frederick Engels, who would become his lifelong friend and collaborator. 1843 അദ്ദേഹം പാരീസിലേക്ക് പോയി. അദ്ദേഹത്തെ നാട് കടത്തപ്പെടുകയാണ് ചെയ്തത്. where he continued writing and formulating his theories about social and economic activity. എന്നാൽ അവിടെ നിന്നും അദ്ദേഹം തൻ്റെ എഴുത്തുകൾ തുടർന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തിയറീസ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹി ഓൾസോ കമ്പൈൻഡ് ഫോർ സോഷ്യലിസം ആൻഡ് ബിക്കേം എ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ ദ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ. സോഷ്യലിസത്തിന് വേണ്ടി പ്രചാരണം നടത്തിയ അദ്ദേഹം ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ അംഗമായി മാറി. നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നതാണ്. Historical materialism is a methodological approach to the study of the society, economics and the history first articulated by Karl Marx as a materialistic conception of history. ചരിത്രത്തിൻ്റെ ഭൗതികവാദം എന്ന നിലയിൽ കാൾ മാർക്സ് ആദ്യമായി ആവിഷ്കരിച്ച സമൂഹം, സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം എന്നിവയുടെ പഠനത്തിലേക്കുള്ള ഒരു രീതിശാസ്ത്രപരമായ സമീപനമാണ് ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം എന്നുള്ളത്. It is a theory of socio-economic development according to which changes in material conditions, technology and productive capacity are the primary influence on how society and economy are organized. ഭൗതിക സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ്. അതനുസരിച്ച് ഭൗതിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ
സാങ്കേതികവിദ്യയും ഉൽപാദനശേഷിയും സമൂഹവും സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക നിരീക്ഷണമാണ്. Historical materialism looks for the causes of developments and changes in human society in the means by which the human collectively produce the necessities of life. അതായത് ചരിത്രപരമായ ഭൗതികവാദം മനുഷ്യ സമൂഹത്തിലെ വികാസങ്ങളുടെയും മാറ്റങ്ങളുടെയും കാരണങ്ങൾ മനുഷ്യർ കൂട്ടമായി ജീവിതാവശ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാർഗങ്ങളിലൂടെയാണ് അന്വേഷിക്കുന്നത്. Social classes and relationship between them, along with the political structures and way of thinking in society, are founded on reflect contemporary economic activity. സമൂഹത്തിലെ രാഷ്ട്രീയ ഘടനയും ചിന്താരീതികളും സഹിതം സാമൂഹിക ക്ലാസുകളും അവ തമ്മിലുള്ള സമകാലിക സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും പ്രതിഫലിപ്പിക്കുന്നതുമാണത്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം സ്റ്റാർട്ടഡ് ഫ്രം എ ഫണ്ടമെന്റൽ അണ്ടർലൈയിങ് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ദാറ്റ് ഇൻ ഓർഡർ for human beings to survive and continue existence from the generation to generation, it is necessary for them to produce and reproduce the material requirements of life. ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം ആരംഭിച്ചത് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ്. മനുഷ്യർക്ക് അതിജീവിക്കാനും തലമുറകളായി അസ്തിത്വം തുടരാനും ജീവിതത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലേ. Marx then extended this premise by asserting the importance of the fact that in order to carry out production and exchange, people have to enter into very definite social relations, most fundamentally production relations. അതായത് ഉൽപാദനവും വിനിമയം നടത്തുന്നതിന് ആളുകൾ വളരെ കൃത്യമായ സാമൂഹിക ബന്ധങ്ങളിലേക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉൽപാദന ബന്ധങ്ങളിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്ന വസ്തുതയുടെ പ്രാധാന്യം ഉറപ്പിച്ചുകൊണ്ട് മാക്സ് ഈ ഒരു ആമുഖത്തെ വിപുലീകരിക്കുന്നുണ്ട്. ഇനി വരുന്നത് കൾച്ചറൽ ഹിസ്റ്ററി, ജേക്കബ് ബക്കാർട്ട്. The tradition of cultural history appeared in the West during the 18th century. അതായത് ഈ കൾച്ചറൽ ഹിസ്റ്ററിൻ്റെ ട്രഡീഷന് പ്രകടമാകുന്നത് എവിടെയാണ്? പടിഞ്ഞാറാണ്, വെസ്റ്റാണ് അല്ലേ. 18-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സാംസ്കാരിക ചരിത്രത്തിൻ്റെ പാരമ്പര്യം പ്രത്യക്ഷപ്പെട്ടു. ഇറ്റ് റിസൾട്ടഡ് ഫ്രം ദ ഡിസയർ ടു സിന്തസിസ് ദ Torah of histories written about different strands of high culture which had flourished since the Renaissance. നവോത്ഥാന കാലം മുതൽ അഭിവൃദ്ധി പ്രാപിച്ച ഉയർന്ന സംസ്കാരത്തിൻ്റെ വിവിധ ഇഴകളെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രങ്ങളുടെ സമൃദ്ധി സമന്വയിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. This way for writings the history of culture envisaged it as holistic and belonging to society of given people, particularly a nation. Its essence was therefore believed to be present throughout all elements of that society. In this romantic conception, culture was defined by its distinctive character or essence, the spirit of an age, in the words of one of its chief proponents, ജേക്കബ് ബക്കാർട്ട്. സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും എന്തുണ്ട്? ഇഴകളെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രങ്ങളുടെ സമൃദ്ധി സമന്വയിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിനെ സമഗ്രമാക്കുന്നതിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഈ റൊമാൻറ്റിക് സങ്കല്പത്തിൽ സംസ്കാരത്തെ അതിൻ്റെ വ്യതിരിക്തമായ സ്വഭാവം അല്ലെങ്കിൽ സത്ത നിർവഹിച്ചു. ഒരു യുഗത്തിൻ്റെ ആത്മാവ് അതിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരാളായ ജേക്കബ് ബക്കാർഡാണ്. അദ്ദേഹം പറയാണ് അല്ലേ, ജേക്കബ് ബക്കാർഡ്, ലേറ്റർ ഫേമസ് ആസ് എ Renaissance cultural historian, was born in Basel in May 1818. 1818 ജേക്കബ് ബക്കാർഡ് അദ്ദേഹം ഒരു നവോത്ഥാന സാംസ്കാരിക ചരിത്രകാരന്മാരിൽപ്പെട്ട മഹത് വ്യക്തിയായിരുന്നു. ബക്കാർഡ് നോൺ ടു പോസ്റ്ററിറ്റി ആസ് എ ഫാദർ ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി. പല ചരിത്രകാരന്മാർ ഫാദർ ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി എന്ന പേരിൽ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. വൈൽ ഏർലിയർ ഹിസ്റ്റോറിയൻസ് ഹാഡ് concentrated on political and military history, Bocard discussed the total life of people including religion and literature. അതായത് മുൻകാല ചരിത്രന്മാർ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത്
മുൻകാല ചരിത്രകാരന്മാർ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് മതം, കല, സാഹിത്യം എന്നിവ ഉൾപ്പെടുന്ന ജനങ്ങളുടെ മൊത്തത്തിലുള്ള ചരിത്രത്തെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. ബുക്കാർഡ്സ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് വാസ് ദ ഏജ് ഓഫ് കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ്. 1852 അത് 1949 ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. എ സ്റ്റഡി ഓഫ് റോമൻ എംപയർ ഇൻ 4th century AD. AD 4ാം നൂറ്റാണ്ടിലെ റോമൻ എംപയറെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. ഇൻ വിച്ച് ഹി അനലൈസ് ദ ഡീക്കേ ഓഫ് ക്ലാസിക്കൽ സിവിലൈസേഷൻ ആൻഡ് ദ ട്രയംഫ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതിൽ അദ്ദേഹം എന്ത് ചെയ്തു? ക്ലാസിക്കൽ സിവിലൈസേഷൻ്റെ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം അതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുമതത്തിൻ്റെ ട്രയംഫ്, വിജയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ബുക്കാർഡ്സ് ദ ഏജ് ഓഫ് കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് വാസ് ഫോളോഡ് ബൈ ദ സിസറോൺ, എ ഗൈഡ് ടു വർക്ക്സ് ഓഫ് art in Italy, which became extremely popular. The civilization of Renaissance in Italy, his most famous work, and the history of the Renaissance in Italy. അതായത് ദി ഏജ് ഓഫ് കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് എന്ന കൃതിക്ക് ശേഷം അദ്ദേഹം എ ഗൈഡ് ടു ദ വർക്ക്സ് ഓഫ് ആർട്ട് ഇൻ ഇറ്റലി എന്നൊരു പുസ്തകം എഴുതി. അതും എക്സ്ട്രീംലി പോപ്പുലർ ആയിരുന്നു. ദ സിവിലൈസേഷൻ ഓഫ് റിനൈസൻസ് ഇൻ ഇറ്റലി ആയിരുന്നു നെക്സ്റ്റ് വർക്ക്. അതുപോലെ തന്നെ അത് മോസ്റ്റ് ഫേമസ് വർക്കാണ്. ദ ഹിസ്റ്ററി ഓഫ് റിനൈസൻസ് ഇൻ ഇറ്റലി അത് കൊണ്ടുവന്നത് 1860 ദ സിവിലൈസേഷൻ ഓഫ് റിനൈസൻസ് ഇൻ ഇറ്റലി എന്ന 1860 ഇൻ ഹിസ് വർക്ക് ടൈറ്റിൽ ദ സിവിലൈസേഷൻ ഓഫ് റിനൈസൻസ് ഇൻ ഇറ്റലി, ബുക്കാർഡ് ട്രേസ് ദ കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ മിഡീവൽ പീരീഡ് ടു അവേക്കനിങ് ഓഫ് റിനൈസൻസ് പീരീഡ്. അതായത് മധ്യകാലഘട്ടം മുതൽ റിനൈസൻസിൻ്റെ ആരംഭം വരെയുള്ള കാലഘട്ടമാണ് ബുക്കാർഡ് അതിൽ പ്രതിപാദിക്കുന്നത്. ഹി വാസ് ദ ട്രാൻസിഷൻ ആസ് വൺ ഫ്രം ദ സൊസൈറ്റി ഇൻ വിച്ച് പീപ്പിൾ വർ പ്രൈമർലി മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ഓർ കമ്മ്യൂണിറ്റി ടു എ സൊസൈറ്റി ദാറ്റ് ഐഡിയലൈസ് ദ സെൽഫ് കോൺഷ്യസ് ഇൻഡിവിജ്വൽ. ആളുകൾ പ്രാഥമികമായി ഏതെങ്കിലും ഒരു വർഗത്തിലോ സമൂഹത്തിലോ ഉള്ളതായിരിക്കാം. അതിനെ അദ്ദേഹം ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ പരിവർത്തനമായിട്ടാണ് കണ്ടിട്ടുള്ളത്. At that time, Bucard wrote the civilization of Renaissance in Italy. There was a little in the way of accepted knowledge about we today regards as the Renaissance. ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ നാഗരികത എന്ന തൻ്റെ കൃതിയിൽ മധ്യകാലഘട്ടത്തിലുള്ള പരിവർത്തനത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാറ്റേണുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. His work was accepted as demonstrating that the shift from corporate medieval society to modern spirit occurred Renaissance Italy in 14th and 15th century, and to great extent molded the modern concept of European Renaissance as a necessary and positive break with the outlook and society that preceded it. അദ്ദേഹം ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ നാഗരികത എഴുതുന്ന കാലത്ത് നവോത്ഥാനം എന്ന് നാം ഇന്ന് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വീകാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കോർപ്പറേറ്റ് മധ്യകാല സമൂഹത്തിൽ നിന്ന് ആധുനിക ചൈതന്യത്തിലേക്കുള്ള മാറ്റം 14-15 നൂറ്റാണ്ടുകളിൽ നവോത്ഥാനം ഇറ്റലിയിൽ സംഭവിച്ചുവെന്നും ഒരു പരിധിവരെ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ആധുനിക സങ്കല്പത്തെ ആവശ്യമായതും പോസിറ്റീവുമായുള്ള ഒരു ഇടവേളയായിട്ട് രൂപപ്പെടുത്തുന്നതായി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറയുന്നുണ്ട്. അതിനു മുമ്പുള്ള കാഴ്ചപ്പാടും സമൂഹവും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ബുക്കാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ തീസിസ് ദാറ്റ് റിനൈസൻസ് ആർട്ട് റെപ്രസെൻറ്റഡ് എ ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്, wherein representation became scientific, realistic, individualistic and human, the visual analog to birth of modern sensibility, one which left behind the superstitious mindset of dark ages. നവോത്ഥാനകല ഇടവേളയെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന പ്രബന്ധം ബക്കാർഡ്, wherein the representation became scientific, realistic, individualistic and human, the visual analog to birth of modern sensibility, one which left behind the superstitious mindset of dark ages. Toynbee was the son of Harry Valpy Toynbee, secretary of Charity Organization Society, and his wife Sarah Edith Marshall. His sister Jocelyn Toynbee was an archaeologist and art historian. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ഹാരി വാൽപി ടോയൻബിയുടെയും ഭാര്യ സാറ എഡിത്ത് മാർഷലിൻ്റെയും മകനായിരുന്നു
Toynbee. Toynbee was grandson of Joseph Toynbee, nephew of 19th century economist Arnold Toynbee, and descendant of prominent British intellectuals for several generations. അദ്ദേഹത്തിൻ്റെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി ജോസ്ലിൻ ടോയിൻബി ഒരു പൗരാവസ്തു ഗവേഷകയും കലാചരിത്രകാരിയുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആർണോൾഡ് ടോയിൻബിയുടെ അനന്തരവനും നിരവധി തലമുറകളായിട്ട് പ്രമുഖരായ ബ്രിട്ടീഷ് ബുദ്ധിജീവികളുടെ പിൻഗാമിയായ ജോസഫ് ടോയിൻബിയുടെ ചെറുമകനുമായിരുന്നു ടോയിൻബി. അപ്പോൾ വളരെ ബുദ്ധിമാനായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ഓക്കെ, ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് വിൻചെസ്റ്റർ കോളേജ്, College, Oxford, and studied briefly at British School at Athens, an experience that influenced the genesis of his philosophy about the decline of civilization. അപ്പോൾ അദ്ദേഹം ഓക്സ്ഫോർഡിലെ വിൽച്ചർ കോളേജിലും ബല്ലിയോൾ കോളേജിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഏതൻസിലെ ബ്രിട്ടീഷ് സ്കൂളിലാണ് കുറച്ചു കാലം പഠിച്ചത്. നാഗരികതയുടെ തകർച്ച എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ സ്റ്റഡി നടത്തിയിരുന്നത്. In 1912, he became a tutor and fellow in ancient history at Balliol College, and in 1915, he began working for Intelligence Department of British Foreign Office. 1912 അദ്ദേഹം ബല്ലിയോൾ കോളേജിൽ പുരാതന ചരിത്രത്തിൽ അധ്യാപകനും സഹപ്രവർത്തകനുമായി വർത്തിച്ചു. ദെൻ 1915 അദ്ദേഹം ബ്രിട്ടീഷ് ഫോറിൻ ഓഫീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്തു. ആഫ്റ്റർ സെർവിംഗ് ആസ് എ ഡെലിഗേറ്റ് ടു പാരീസ് പീസ് കോൺഫറൻസ് ഇൻ 1919, ഹി വാസ് അപ്പോയിൻറ്റഡ് പ്രൊഫസർ ഓഫ് ബൈസന്റൈൻ ആൻഡ് മോഡേൺ ഗ്രീക്ക് സ്റ്റഡീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. 1919 പാരീസ് പീസ് കോൺഫറൻസിലെ പ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച ശേഷം അദ്ദേഹം ലണ്ടൻ സർവകലാശാലയിൽ ബൈസന്റൈൻ ആധുനിക ഗ്രീക്ക് പഠനങ്ങളുടെ പ്രൊഫസറായിട്ട് നിയമിതനായി. ഫ്രം 1921 to 22, he was the Manchester Guardian correspondent during the Greco-Turkish War, an experience that resulted in publication of Western Question in Greece and Turkey. 1921 മുതൽ 22 വരെ അദ്ദേഹം ഗ്രീക്കോ ടർക്കിഷ് യുദ്ധത്തിലെ മാഞ്ചസ്റ്റർ ഗാർഡിയൻ ലേഖകനായിരുന്ന ഗ്രീസിലെയും തുർക്കിയിലെയും വെസ്റ്റേൺ ക്വസ്റ്റൻ എന്ന പ്രസിദ്ധീകരണങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവം ഉണ്ടായിരുന്നത്. ഇൻ 1925, he became research professor of international history at the London School of Economics and director of studies at Royal Institute of International Affairs in London. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അന്താരാഷ്ട്ര ചരിത്രത്തിൻ്റെ ഗവേഷണ പ്രൊഫസറും ലണ്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സിലെ പഠന ഡയറക്ടറുമായിട്ട് മാറി. ഓൺ സിവിലൈസേഷൻസ്, study of history is the 12th volume history book by British historian Arnold Toynbee, finished in 1961, in which the author traces the development and decay of 19th world civilizations in historical record. 1961 പൂർത്തിയാക്കിയ ബ്രിട്ടീഷ് ചരിത്രകാരനായ ആർണോൾഡ് ടോയ്ൻബിയുടെ 12 വാല്യങ്ങളുള്ള ചരിത്ര പുസ്തകമാണ് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്നുള്ളത്. അതിൻ്റെ രചയിതാവ് 19-ാം നൂറ്റാണ്ടിലെ ലോക നാഗരികതയുടെ ചരിത്രത്തെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചുമാണ് എഴുതിയിട്ടുള്ളത്. Toynbee applied his model to each of these civilizations, detailing the stages through which they all pass: genesis, growth, time of troubles, universal state and disintegration. ഈ നാഗരികതയിൽ ഓരോന്നിനും ടോയ്ൻബി തൻ്റെ മാതൃക പ്രയോഗിക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ കടന്നു പോകുന്ന ഘട്ടങ്ങൾ വിശദീകരിക്കുന്നു. അതായത് ഉത്ഭവം, വളർച്ച, കുഴപ്പങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ സമയം, സാർവത്രികമായിട്ടുള്ള അവസ്ഥ, ഇത് ശിഥിലീകരണം, ഇതൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ദ 19th മേജർ സിവിലൈസേഷൻ ആസ് ടോയ്ൻബി സീസ് ദം ആർ ഈജിപ്ഷ്യൻ, ആൻഡിയൻ, സിനിക്, മൈനോൺ, സുമേറിയൻ, മായൻ, ഇൻഡിക്, ഹിറ്റിക്, ഹെലനിക്, വെസ്റ്റേൺ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ, റഷ്യയിലുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻ, അതുപോലെ ഫാർ ഈസ്റ്റേൺ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മെയിൻ ബോഡി, പ്രഷ്യൻ, അറബിക്, ഹിന്ദു, മെക്സിക്കൻ, യുക്കാറ്റക് ആൻഡ് ബാബിലോണിയൻ. There are 4 abortive civilizations: abortive Far Western Christian, abortive Far Eastern Christian, abortive Scandinavian, abortive Syriac. The 5 arrested civilizations:
പോളിനേഷ്യൻ, എസ്കിമോ, നൊമാഡിക്, ഒട്ടോമൻ, സ്പാർട്ടൻ. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 19 പ്രധാനപ്പെട്ട നാഗരികതകൾ അദ്ദേഹം കാണുന്നുണ്ട്. അതായത് ഈജിപ്ഷ്യൻ, ആൻഡിയൻ, സെനിക്ക്, മിനോവൻ, സുമേറിയൻ, മായൻ, ഇൻഡിക്ക്, ഹിറ്റൈറ്റ്, ഹെലനിക്, വെസ്റ്റേൺ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ, അതുപോലെ ഫാർ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പ്രധാനപ്പെട്ട, അതായത് അതിൻ്റെ മെയിൻ ബോഡി. അതുപോലെ പ്രഷ്യൻ, അറബിക്, ഹിന്ദു, ദെൻ മെക്സിക്കൻ, അതുപോലെ തന്നെ മെക്സിക്കൻ കഴിഞ്ഞിട്ട് യൂടെക്, ബാബിലോണിക്, ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം 4 അബോട്ടി നാഗരികതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അബോട്ടീവ് ഫോർ വെസ്റ്റേൺ ക്രിസ്ത്യൻ, അബോട്ടീവ് ഫോർ ഈസ്റ്റേൺ ക്രിസ്ത്യൻ, അബോട്ടീവ് സ്കാൻഡിനേവിയൻ, അബോട്ടീവ് സിറിയക്ക് എന്നിങ്ങനെ. കൂടാതെ മറ്റ് 5 അറസ്റ്റഡ് സിവിലൈസേഷൻസ് ഉണ്ട്: പോളിനേഷ്യൻ, എസ്കിമോ, നൊമാഡിക് ആൻഡ് ഓട്ടോമൻ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡിവിഷൻ. Toynbee argues that civilizations are born out of more primitive societies, not as the result of racial or environmental factors, but as a response to challenges such as hard country, new ground, blows and pressures from other civilizations and penalization. അദ്ദേഹം കൂടുതൽ പ്രാകൃത സമൂഹങ്ങളിൽ നിന്നാണ് നാഗരികതകൾ പിറവിയെടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വംശീയതയോ പാരിസ്ഥിതികവുമായിട്ടോ ഘടകങ്ങളുടെ ഫലമായിട്ടല്ല, മറിച്ച് അതിനോടുള്ള പ്രതികരണമായി കഠിനമായ രാജ്യം, പുതിയ ഭൂമി, പ്രഹരങ്ങൾ, സമ്മർദ്ദങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ, മറ്റ് നാഗരികതകളും അവർക്കിടയിലുള്ള സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന്. ഇതൊന്നും, അതായത് വംശീയതയോ പാരിസ്ഥിതികമായിട്ടുള്ള ഫാക്ടേഴ്സോ ഒന്നും ഘടകമാവാതെ ഇത്തരത്തിലുള്ള സമരങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് ദ സിവിലൈസേഷൻ ടു ബി ബോൺ ചാലഞ്ച് മസ്റ്റ് ബി എ ഗോൾഡൻ മീൻ. ഒരു സുവർണ ഉദ്ദേശത്തോടുകൂടിയുള്ള ചാലഞ്ച് ആയിരിക്കാം. ദാറ്റ് എക്സസീവ് ചാലഞ്ച് വിൽ ക്രഷ് ദ സിവിലൈസേഷൻ. അത് ഒരു സിവിലൈസേഷനെ തകർക്കാനും വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കും. ആൻഡ് ടു ലിറ്റിൽ ചാലഞ്ച് വിൽ കോസ് ടു സ്റ്റാഗ്നറ്റ്. അതെന്ത് ചെയ്യും? ഒരേ സമയം വെല്ലുവിളിയാവാനും അതുപോലെ തന്നെ ആ നാഗരികതയെ പൂർണ്ണമായും തകർക്കാനും കഴിയും. He argues that civilization continue to grow only when they meet one challenge only to meet by another. അതായത് ഒരു സിവിലൈസേഷൻ മറ്റൊരു സിവിലൈസേഷനെ മീറ്റ് ചെയ്യും. ആ വെല്ലുവിളിയിലൂടെ മാത്രമേ, അതായത് ഒരു നാഗരികത വെല്ലുവിളികൾ നേരിടുന്നതിലൂടെ മാത്രമേ മറ്റൊരു നാഗരികത വളർന്ന് വികസിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He argues that civilization develop in different ways due to the different environments ആൻഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ചാലഞ്ചസ് ദേ ഫേസ്. അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ അവർ ഏത് തരത്തിലാണ് ഏത് തരത്തിലുള്ള എൻവയോൺമെൻറ്റിലാണ് അവർ ചുറ്റുപാടുകളും വ്യത്യസ്തമായ സമീപനങ്ങളും വരുമ്പോൾ വ്യത്യസ്തമായ നാഗരികതകൾ വളർന്നു വരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹി ഡസ് നോട്ട് see in breakdown of civilization and caused by loss of control over physical environment, by loss of control over human environment, by attacks from outside. അതായത് ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള എന്തായിരിക്കില്ല, കൺട്രോൾ കുറഞ്ഞതുകൊണ്ടായിരിക്കില്ല ഒരു സിവിലൈസേഷൻ ബ്രേക്ക് ഡൗൺ ആവുക, മറിച്ച് അതെന്തായിരിക്കാം, ഹ്യൂമൻ എൻവയോൺമെൻറ്റിൻ്റെ കൺട്രോളിൻ്റെ കുറവായിരിക്കാം, അതായത് പുറത്തു നിന്നുള്ള ഒരു അറ്റാക്ക് ആയിരിക്കാം. റാദർ ഇറ്റ് കംസ് ഫ്രം ദ ഡിറ്റീരിയറേഷൻ ഓഫ് creative minority which eventually ceases to creative and degenerates into merely a dominant minority which forces the majority to obey without meriting obedience. ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ അപജയത്തിൽ നിന്നാണ് മറ്റൊരു സിവിലൈസേഷൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്നത്. സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റിയെ അവസാനിപ്പിക്കുകയും കേവലം ഒരു ആധിപത്യമായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഡോമിനൻ്റ് മൈനോറിറ്റി, merely a dominant minority which forces the majority to obey without meriting obedience. അതൊരു ആധിപത്യ മൈനോറിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. He argues that creative minorities deteriorate due to a worship for its former self by which they become prideful and fail to address the next challenge they face. ഭൂരിപക്ഷത്തെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഡോമിനൻ്റ് മൈനോറിറ്റി ആയിട്ട് അവർ മാറുന്നു. സർഗാത്മക ന്യൂനപക്ഷങ്ങൾ, അതായത് ക്രിയേറ്റീവ് ന്യൂനപക്ഷങ്ങൾ അവരുടെ മുൻ സെൽഫ്
എന്ന ആരാധന മൂലം അധപതിക്കാൻ കാരണമാവുകയും അതിലൂടെ അവർ അഹങ്കരിക്കുകയും അവർ അഭിമുഖീകരിക്കുന്ന അടുത്ത വെല്ലുവിളിയെ അഭിമുഖീകരിക്കാൻ വേണ്ടത്ര അവർ പാകപ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്നാൽ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.